ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമൂസ് തെക്കൻ. അപ്പോൾ നോമ്പ് 7 കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ കുറച്ച് പൊക്കവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ തലേ ദിവസം അടയുണ്ടാക്കിയപ്പോൾ മോൾക്ക് അത് അത്ര രസിച്ചില്ല കേട്ടോ. കുറച്ച് വെള്ളമൊക്കെ തിളപ്പിക്കാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിന് മുൻപ് തന്നെ ആദ്യം തന്നെ ഞാൻ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു, അത് കറി വെച്ച് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ലേശം ചിക്കനൊക്കെ എടുത്ത് വെച്ചിരുന്നു, അത് കറിയൊക്കെ വെച്ചു. ഇനിയിപ്പോൾ അതിന് ശേഷം ഒന്ന് പൊടിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഒന്ന് നൂൽപുട്ട് ഉണ്ടാക്കാം എന്നാണ് കരുതിയത്. അപ്പോൾ ആ സമയം പിന്നെ അതിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു നൂൽപുട്ട് വേണ്ടമ്മ, പത്തിരി തന്നെ മതി എന്നിട്ട്. അപ്പോൾ അവനക്ക് എന്താണോ ഇപ്രാവശ്യം പത്തിരിനോട് വല്ലാത്തൊരു മൊഹബത്ത്, നല്ല ഇഷ്ടമുണ്ട് അവന് ഇപ്രാവശ്യം പത്തിരിനോട്. എന്നാൽ ശരി ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ പിന്നെ ഒരു കപ്പ് പൊടി എടുത്തിട്ട് നല്ലപോലെ അത് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 2 തരം പത്തിരി ആക്കിയിട്ട് ചുട്ടെടുക്കാനാണ്. അപ്പോൾ ഇക്കാക്ക് നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്ന പത്തിരിനോട് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. അവർ ആ തിരുവനന്തപുരം ഭാഗത്തുള്ള ഒറട്ടിയാണ്, അതൊക്കെയാണ് കേട്ടോ അവർക്ക് കൂടുതൽ ഇഷ്ടം. നമുക്കാണെങ്കിൽ അതൊട്ടും ഉണ്ടാക്കാൻ അറിയില്ല. ആവൊക്കെ വാട്ടി വെച്ചതിന് ശേഷം ഞാൻ പിന്നെ പൊക്കവട ഒന്ന് ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് സമൂസ ഷീറ്റ് നൈസായി മുറിച്ചിട്ട് അതിൽ കുറച്ച് ഉള്ളിയും മല്ലിയിലയും പിന്നെ കുറച്ച് മുളക് പൊടിയും അങ്ങനെ അതെല്ലാം ഉപ്പ് ആവശ്യത്തിനൊക്കെ ഇട്ടിട്ട് അങ്ങനെ പൊരിച്ചെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് മോൾക്കാണെങ്കിൽ ഈ നോമ്പ് തുറന്ന ഈ മധുരമുള്ളതൊന്നും കഴിക്കുന്നത് വലിയ ഇഷ്ടമൊന്നുമല്ല. അവൾക്ക് ഇങ്ങനെ എന്തെങ്കിലും എരിവുള്ള സ്നാക്സ് പോലെ വല്ലതും വേണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് അടയും ഉണ്ടാക്കുന്നുണ്ട്, ഇത് അവൾക്ക് മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അങ്ങനെ അത് പൊരിച്ച് വെക്കലെല്ലാം കഴിഞ്ഞു. അതിന് ശേഷം ഞാൻ മാവ് കുഴച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ മാവിനെ 2ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പകുതി മാവ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കുറച്ച് മാവിൽ കുറച്ച് നല്ല ജീരകം, പിന്നെ ചെറിയുള്ളി പൊടിയായി മുറിച്ചത്, പിന്നെ കുറച്ച് തേങ്ങ കേട്ടോ. അപ്പോൾ ഇത് കുഴച്ചെടുക്കുന്നുണ്ട് ഈ മാവിലിട്ടിട്ട് ഇവിടെ. അപ്പോൾ ഇക്കാക്ക് ഇങ്ങനെയുള്ള പത്തിരി ഉണ്ടാക്കിയാൽ നല്ല ഇഷ്ടമാണ് കേട്ടോ. എനിക്കും ഇങ്ങനെയുള്ള പത്തിരിനോട് കൂടുതൽ ഇഷ്ടമാണ്. അപ്പോൾ അവർക്ക് നെയ്സ് പത്തിരിനേക്കാളും ഇങ്ങനെയുള്ള പത്തിരിയാണ് നല്ല ഇഷ്ടം. അപ്പോൾ ഇതും കൂടെ നല്ലപോലെ കുഴച്ചെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇത് പൊടി തട്ടിയതാണ്. ഞാൻ ഒരു നെയ്സ് കോട്ടണിൽ ഒരു ഷാൾ കേട്ടോ, നമ്മുടെ തലയിലുള്ള നെയ്സായിട്ടുള്ള ഷാളിൽ പൊടി കെട്ടിയിട്ട് കിഴിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഓരോ പത്തിരി പരത്തി വെച്ചിട്ട് അതിന് മീതെ ഈ കിഴി ഇങ്ങനെ കൊട്ടിക്കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പൊടി വേറെ എവിടേക്ക് ആവുമില്ല, കറക്റ്റ് ആ പത്തിരിൻ്റെ മീതെ തന്നെ കറക്റ്റ് ആവുകയും ചെയ്യില്ലേ. അപ്പോൾ നല്ലൊരു ഐഡിയ അല്ല. അപ്പോൾ ഇതും ഞാനൊരു യൂട്യൂബ് വീഡിയോയിൽ കണ്ടതാണ്, എൻ്റെ തലയിൽ ഉദിച്ച ഐഡിയ ഒന്നും അല്ല കേട്ടോ. എന്തായാലും പൊടി മറ്റുള്ളവിടെ ഒന്നും ആയി ഒരു വൃത്തികേടാവുമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ പത്തിരിക്ക് പൊടിയൊക്കെ പരത്തുമ്പോൾ അപ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. എളുപ്പ പണിയുമാണ്, പൊടി വേസ്റ്റായി പോകില്ല. അങ്ങനെ പത്തിരി മുഴുവൻ അവിടെ പരത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് അടയും കൂടെ ഉണ്ടാക്കാനാണ്. അപ്പോൾ ഒരു കുറച്ച് അടയെ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ. അപ്പോൾ അതിൽ ഞാനിതാ ഇലയിൽ മാവൊക്കെ പരത്തി ശർക്കരയും തേങ്ങയും അതെല്ലാം ഇട്ട് കൊടുത്ത് അതും സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ അസർ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് അടുക്കളയിൽ വരുന്നത്. അപ്പോൾ ഇപ്പം തന്നെ അസർ ബാങ്കൊക്കെ കൊടുത്തിരുന്നു കേട്ടോ. ഞാൻ പിന്നെ അട ആവി കയറ്റാൻ വെച്ചത് നമസ്കരിക്കാൻ പോയി. അത് കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് പിന്നെ പത്തിരി ഉണ്ടാക്കിയത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞാൻ എണ്ണക്കടയൊക്കെ വേഗം ചെയ്ത് വെച്ചിരുന്നു. ഇന്ന് പിന്നെ വലിയ ചൂടും കാര്യമൊന്നുമില്ല കേട്ടോ, അധികം ക്ഷീണമൊന്നുമില്ല. എന്താണാവോ ഒന്നൊരു മൂടിയ കാലാവസ്ഥയാണ്, അത്ര ഒരു ചൂടായിട്ടൊന്നും നമുക്ക് തോന്നിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ തന്നെ എല്ലാ പണികളൊക്കെ ചെയ്ത് വെക്കണമൊക്കെ ഉണ്ട്. അങ്ങനെ അട ഫുള്ളും കംപ്ലീറ്റായി മടക്കി വെച്ച് അത് ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 പത്തിരി പരത്തിയൊക്കെ വെച്ചു കേട്ടോ. പിന്നെ നമസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് പത്തിരിയൊക്കെ ചൂടാൻ നിൽക്കണം. അപ്പോൾ ഈ സമയം എൻ്റെ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിലൊന്ന് മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ. പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണേ. പിന്നെ ഇത് കുറച്ച് വെള്ളരിക്ക ഉണ്ടായിരുന്നു, അപ്പോൾ അത് മോളൊന്ന് ജ്യൂസ് അടിച്ചെടുക്കണം. ഒരു ശകലം പാൽപ്പൊടി, പഞ്ചസാരയും ഒരു ഏലക്കായൊക്കെ ഇട്ടിട്ട് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ജ്യൂസൊക്കെ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് വന്നിട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്ത് തരുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ആൾക്ക് വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. അപ്പോൾ ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ടല്ലോ, അപ്പോൾ ഒന്ന് ചെറുതായിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ എനിക്ക് കഴുകി തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നോമ്പ് തുറക്കാനുള്ള സമയമൊക്കെ ആയി. ഞങ്ങളത് തണ്ണിമത്തൻ ജ്യൂസ് കുറച്ച് അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദിലിന് വെള്ളരിക്ക ജ്യൂസ് ഇഷ്ടമല്ല, അപ്പോൾ അവന് കുറച്ച് തണ്ണിമത്തൻ ജ്യൂസ് അടിച്ചിട്ടുണ്ട്. പിന്നെ ടാങ്ക് പൊടി കലക്കിയതുണ്ട്.
വെള്ളരിക്ക ജ്യൂസ് ഉണ്ട്, പിന്നെ ഇലയാടയുണ്ട്, പൊക്കവടയുണ്ട്. പൊക്കവടൻ്റെ കാര്യം പറഞ്ഞാൽ ആരും കഴിച്ചില്ല കേട്ടോ. കാരണം അതിൽ കുറച്ച് ഉപ്പ് കൂടുതലായി. കുറച്ചൊന്നുമില്ല, അത്യാവശ്യം ഉപ്പ് കൂടുതലായതുകൊണ്ട് എണ്ണക്കടി പിന്നെ ആരും കഴിച്ചൊന്നുമില്ല. എല്ലാവരും പിന്നെ ഓരോ അടയൊക്കെയാണ് കേട്ടോ എടുത്ത് കഴിച്ചത്. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറ വിഭവങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ. അപ്പോൾ ഇതുപോലെ റബ്ബ് എന്നും നമുക്ക് എത്തിച്ചു തരട്ടെ. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സഹകരിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.